നാച്ചേഴ്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഐറ്റം വെണ്ടയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെണ്ട നമുക്ക് സാധാരണ രീതിയിൽ നമ്മുടെ കേരളത്തിൽ സർവ്വസുലഭമായിട്ട് കിട്ടുന്നതും നമുക്ക് ഏത് കാലാവസ്ഥയിൽ ഉണ്ടാക്കാവുന്ന ഒരു പച്ചക്കറിയാണ്. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിട്ട് നമുക്ക് അത്ര അധികം ഒരു ചലഞ്ചിങ് അല്ല വെണ്ട കൃഷി. വെണ്ട നമുക്കറിയാം, ഒരു 45 ദിവസം മതി നമുക്ക് പൂവായി ഒരു 50-55 ദിവസത്തിനുള്ളിൽ നമുക്ക് ഹാർവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു വെണ്ടയിൽ ഏകദേശം നമുക്കൊരു 1.5 കിലോ 2 കിലോന് ഇടയിൽ നമുക്ക് വെണ്ട കിട്ടും. വെണ്ടേനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല ഏറ്റവും വെജിറ്റബിൾസിൽ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രോട്ടീൻ ഫൈബർ കണ്ടൻറ്റും അടങ്ങിയേക്കണ ഒരു പച്ചക്കറിയാണ് വെണ്ട. വെണ്ടയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഗുണങ്ങൾ പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങളുള്ള ഒരൈറ്റമാണ് വെണ്ട. നമുക്ക് ഷുഗർ അതുപോലെ കൊളസ്ട്രോളിനൊക്കെ അതുപോലെ ഹൃദയ ആരോഗ്യത്തിനൊക്കെ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ വെണ്ട സൂപ്പ് വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഈ നമ്മുടെ കൊഴുപ്പിൽ തന്നെ നമുക്ക് മോശം കൊഴുപ്പില്ലേ, നമുക്ക് ചീത്ത കൊഴുപ്പിനെ കുറയ്ക്കാനൊക്കെ ആയിട്ട് വളരെ സഹായിക്കുന്നതാണ്. അതുപോലെ ബോഡി ബിൽഡേഴ്സിനും അതേമാതിരി വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പച്ചക്കറി ഐറ്റമാണ് വെണ്ടയ്ക്ക. അതേമാതിരി തന്നെ പുരുഷന്മാർക്ക് നല്ലൊരു സെക്ഷൽ ലൈഫിന് നല്ലൊരു ഐറ്റമാണ് വെണ്ടക്കായ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വെണ്ടക്കായ അത്ര മോശമല്ല. അപ്പോൾ ഇനി വെണ്ടയ്ക്ക കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വലിയ മോശക്കാരനായിട്ട് കണക്കാക്കണ്ട, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്കപ്പോൾ വെണ്ടയുടെ നമുക്ക് പുതിയൊരു ഐറ്റം ഉണ്ടാക്കാം. വെണ്ട നമുക്ക് സാധാരണ രീതിയിൽ മെഴുക്കുവരട്ടിയിരുന്ന് വയ്ക്കും, പിന്നെ സാമ്പാറിലൊക്കെ ഇടും. പക്ഷേ ഇത് നമുക്ക് കുറച്ച് വെണ്ടക്കായ കുറച്ച് കട്ടിയിൽ അരിഞ്ഞിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമുണ്ട്, ഈ തക്കാളിയൊക്കെ ഇട്ട് വെക്കുന്നതാണ്. അത് കുറച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരിക്കും ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്നതൊന്ന് ട്രൈ ചെയ്യാം. നമ്മളിപ്പോൾ നമ്മളെ വെണ്ട കഴുകി ഇതേപോലെ നമ്മൾ വെള്ളം വലിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഇത് വരില്ലേ, നമുക്ക് വെണ്ടക്കായ വയ്ക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം അതിൻ്റെ ആ വഴുവഴുപ്പാണ്. അപ്പോൾ അത് മാറാനായിട്ട് നമ്മളിങ്ങനെ തുണിയിലിട്ട് നല്ല പോലെ വെള്ളം കളഞ്ഞെടുക്കണം. നമുക്ക് ഈ വെണ്ടക്കായ ഇതിങ്ങനെ ഇത്തിരി വലിയ പീസുകളായിട്ട് നുറുക്കിയെടുക്കാം. അപ്പം നമ്മുടെ വെണ്ടക്കായ തോരൻ നമുക്ക് ഉണ്ടാക്കാം. അപ്പം അതിലേക്ക് നമ്മൾ സബോളയും തക്കാളിയും പച്ചമുളകും മാത്രമാണ് വേറെ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളുടെ സ്പൈസസുകളാണ്. നമ്മൾ വെളിച്ചെണ്ണ ഇത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇതായി വരുമ്പോൾ നമുക്ക് നമ്മുടെ പച്ചമുളക്, നമ്മളുടെ സബോള അരിഞ്ഞ് വെച്ചത്, ഇനി നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വെണ്ടക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വെണ്ടക്കായ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. അപ്പോൾ നമ്മുടെ വെണ്ടക്കായ അത്യാവശ്യം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി മുളക് പൊടി ഇട്ടു. ഇനി കുറച്ച് മല്ലിപ്പൊടി, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് തീ ഇത്തിരി ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്യാം. നമ്മളെ തക്കാളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വേണ്ട അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ചാറ്റ് മസാല ഇടുന്നുണ്ട്. അപ്പോൾ ചാറ്റ് മസാല ഇടുമ്പോൾ അതിനും കുറച്ച് ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ ഇത്തിരി കുറവ് ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി നമുക്ക് കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി. നമ്മുടെ വെണ്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വെണ്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അമ്മു ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാലോ.
സംഭവം ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കണ മാതിരില്ല. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. ഇതിനെ ഞാൻ അവിടെ കഴിച്ചതും ഇത് തമ്മിലൊരു ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു പുളിരസം കൂടുതലുണ്ടാവും. അതിന് അവരവിടെ ഈ പച്ചമാങ്ങയില്ലേ, പച്ചമാങ്ങയുടെ ഒരു പൗഡർ കിട്ടും അവിടെ. അത് അവർ ചെറുതായിട്ട് ലാസ്റ്റ് അവർ ആഡ് ചെയ്യും. അപ്പോൾ അതിലാണ് ആ ഒരു പുളിരസം കൂടുതൽ വരാം. നമുക്കിവിടെ കിട്ടിയില്ല. എന്നാലും സംഭവം ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മൾ ആംചൂർ പൗഡറിന് പകരമാണ് നമ്മൾ ചാട്ട് മസാല ഇടുന്നത്.